ഹലോ എവരി വൺ. അപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്നത് അബ്നോർമൽ സൈക്കോളജിയാണ്. അബ്നോർമൽ സൈക്കോളജി എന്ന് പറയുന്നത് നമ്മൾ അബ്നോർമാലിറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ അബ്നോർമാലിറ്റിയുടെ ഇൻഡിക്കേറ്റേഴ്സ് എന്താണെന്ന് ആദ്യം നോക്കാം. ആദ്യത്തെ ഇൻഡിക്കേറ്ററാണ് സബ്ജക്റ്റീവ് ഡിസ്ട്രെസ്. ഒരാൾ ഒരു സൈക്കോളജിക്കൽ പെയിൻ അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒരു അബ്നോർമാലിറ്റി എന്ന രീതിയിൽ പറയും. ഇതൊരു സഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല അബ്നോർമാലിറ്റി എന്ന് പറയാനായിട്ട്. എങ്കിലും സബ്ജക്റ്റീവ് ഡിസ്ട്രെസ് എന്ന് പറയുന്നത് അതിലൊരു ഇൻഡിക്കേറ്ററാണ്. അടുത്തത് എന്ന് പറയുന്നത് മാലഡാപ്റ്റീവ്നെസ് ആണ്. മാലഡാപ്റ്റീവ് ആയിട്ടുള്ളൊരു ബിഹേവിയർ കാണിക്കുക, അതൊരു അബ്നോർമാലിറ്റിയാണ്. അതായത് അബ്നോർമാലിറ്റിയുടെ ഒരു ഇൻഡിക്കേറ്ററാണ് ഈ മാലഡാപ്റ്റീവ്നെസ് എന്ന് പറയുന്നത്. പക്ഷേ എല്ലാ ഡിസോർഡറിലും ഒരു മാലഡാപ്റ്റീവ് ബിഹേവിയർ ഉണ്ടാവണമെന്ന് അത്രയും നിർബന്ധമൊന്നുമില്ല. പക്ഷെ അതും ഒരു ഇൻഡിക്കേറ്ററാണ്, മാലഡാപ്റ്റീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഇൻ്റർഫിയറൻസ് കാണിക്കുന്നത്. അതുപോലെ അടുത്തൊരു ഇൻഡിക്കേറ്ററാണ് സോഷ്യൽ ഡിസ്കംഫേർട്ട്. ഈ ഒരു അബ്നോർമാലിറ്റി എന്ന ഒരു ഇൻഡിക്കേറ്ററാണ് സോഷ്യലി ഒരു ഡിസ്കംഫേർട്ട് ഉണ്ടാവുക. ഇതും സർക്കംസ്റ്റൻസ് അനുസരിച്ച് മാറാം, പക്ഷേ ഇതൊരു ഇൻഡിക്കേറ്ററാണ്. അടുത്ത ഒന്നാണ് വയലേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ് ഓഫ് സൊസൈറ്റി. സൊസൈറ്റിക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, ആ ഒരു സ്റ്റാൻഡേർഡിൽ നിന്നുള്ള വയലേഷൻ, ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്കലി ആ ഒരു സൊസൈറ്റീൻ്റെ കാര്യങ്ങളിൽ നിന്നുള്ള ഒരു ഡീവിയേഷൻ. സൊസൈറ്റിയിലുണ്ടല്ലോ ഇന്ന കാര്യങ്ങളാണ് ഒരു നല്ല ബിഹേവിയർ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതിൽ നിന്നുള്ളൊരു ഡീവിയേഷൻ. ഇതും നമുക്ക് ഓരോ കൾച്ചറിനനുസരിച്ച് വ്യത്യാസങ്ങൾ സംഭവിക്കാവുന്നതാണ്, എങ്കിലും ഇതൊരു ഇൻഡിക്കേറ്ററാണ്. അതേപോലെ ഇറാഷണലായിട്ട് പെരുമാറുന്നത്, റാഷണലായിട്ട് തിങ്ക് ചെയ്ത് പെരുമാറുന്നതിന് പകരം സഡൻ ആയിട്ടുള്ള ഒരു പെരുമാറ്റം, ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള രീതിയിൽ പെരുമാറുന്നതും ഒരു ഇൻഡിക്കേറ്ററാണ്. പിന്നെ അടുത്തത് ഡേഞ്ചറസ്നെസ് എന്ന് പറയുന്നത് ബാക്കിയുള്ളവർക്ക് അപകടകരമാവുന്ന രീതിയിലുള്ള പെരുമാറ്റം. അത് അവനവനക്കോ അല്ലെങ്കിൽ ചുറ്റുള്ള വേറൊരാൾക്കോ ആവാം. സ്വയത്തെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതും ഒരു ഇൻഡിക്കേറ്ററാണ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു അബ്നോർമാലിറ്റിക്ക് വേണ്ട ഇൻഡിക്കേറ്റേഴ്സ്. ഇതിലെന്തെങ്കിലുമൊക്കെ കുറച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരാൾക്ക് അബ്നോർമാലിറ്റി ഉണ്ടെന്നാണ് പറയാറ്.